ഒരിക്കലൊരു കോർപ്പറേറ്റ് മാനേജർ ഒരു ചായ കുടിക്കാനായി എന്നെ ക്ഷണിച്ചു. സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സോളമനും വൈഫും രണ്ടുപേരും ടീച്ചേഴ്സാണ് അല്ലേ? അതെ സർ. നിങ്ങൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആണോ? അല്ല സർ. ആക്ച്വലി ഈ പ്രൈവറ്റ് ടീച്ചേഴ്സൊക്കെ എന്തുണ്ടാക്കാൻ? സോറി, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇവർക്കൊക്കെ എന്ത് വരുമാനം കിട്ടാനാണ്? ശരിയാണ് സർ. ഞങ്ങളെപ്പോലെയുള്ള ടീച്ചേഴ്സിന് ഒരു ഡോക്ടറിനെ പോലെയോ എൻജിനീയറിനെ പോലെയോ ശമ്പളമില്ല. ഒരു വിദ്യാർത്ഥിക്ക് ഹൃദയ സംബന്ധമായി എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഒരു ഡോക്ടറിന് വളരെ ഈസിയായി ഒരു ഹാർട്ട് സർജറി ചെയ്ത് ആ വിദ്യാർത്ഥിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ഒരു ടീച്ചറിന് ഒരു ഡോക്ടർ ഉപയോഗിക്കുന്ന സർജിക്കൽ ബ്ലേഡോ കത്തിയോ ഇല്ലാതെ തന്നെ ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ തൊടാനും അവൻ്റെ കഴിവുകളെ മനസ്സിലാക്കി കൊടുത്ത് ജീവിത ലക്ഷ്യങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താൻ ഒരു ടീച്ചറിന് സാധിക്കും സർ. ഒരു കഥയുണ്ട് സർ. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഒരു ഫൈറ്റർ പ്ലെയിൻ പൈലറ്റ് അദ്ദേഹത്തിൻ്റെ ബോംബിംഗ് ആക്യുറസി കൊണ്ടും ഫ്ലൈറ്റിംഗ് എബിലിറ്റീസ് കൊണ്ടും വളരെ ഫേമസ് ആയി. യുദ്ധത്തിന് ശേഷവും ആളുകൾ വന്ന് അദ്ദേഹത്തിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഈ പൈലറ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മളെപ്പോലെ ചായ കുടിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്ന് പൈലറ്റിനോട് ചോദിച്ചു, സർ എന്തൊക്കെയുണ്ട് വിശേഷം? പൈലറ്റിന് ആ വ്യക്തിയെ മനസ്സിലായില്ല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, സർ എനിക്ക് സാറിനെ അറിയാം, പക്ഷേ സാറിന് എന്നെ അറിയില്ല. സാർ എന്നും പ്ലെയിൻ പറത്തുന്നതിന് മുമ്പ് സാറിൻ്റെ പ്ലെയിനിൽ ഇന്ധനം നിറയ്ക്കുന്നത് ഞാനാണ്. എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത ഒരു കഥയാണിത്. ആക്ച്വലി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാറും ഞാനും ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്ത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഇന്ധനം നിറച്ച ഒരു ടീച്ചർ ഉണ്ടാകും സർ. ഈ 21-ാം നൂറ്റാണ്ടിൽ എല്ലാ കാര്യങ്ങളും ഗൂഗിൾ പറഞ്ഞു തരുമ്പോൾ എന്തിനാണ് ഒരു ടീച്ചറിൻ്റെ സഹായമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഫില്ലിംഗ് ദ വെസൽസ് ബട്ട് ഇഗ്നൈറ്റിംഗ് ദ സ്പാർക്സ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാത്രങ്ങൾ നിറയ്ക്കുന്നതല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെ മനസ്സിൽ പുതിയ ആശയങ്ങളുടെ, പുതിയ സ്വപ്നങ്ങളുടെ തീപ്പൊരി ജ്വലിപ്പിക്കുന്നതാണ്. സർ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ടീച്ചേഴ്സിന് ശമ്പളം കുറവെന്ന്? ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ വലിയൊരു കമ്പനിയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുകയാണെന്ന് ചിന്തിക്കൂ സർ. ആദ്യത്തെ 4 മാസം കഴിയുമ്പോൾ എൻ്റെ കമ്പനി നോക്കും ഞാൻ എത്ര പ്രൊഡക്റ്റ് വിറ്റുവെന്നും അതുപോലെ തന്നെ എത്ര രൂപ കമ്പനിക്ക് ലാഭമുണ്ടാക്കിയെന്നും. അതനുസരിച്ച് എനിക്ക് ജോലിക്കയറ്റവും ശമ്പളവും കിട്ടും. എന്നാൽ ഒരു ടീച്ചർ ചെയ്യുന്ന ജോലിയുടെ ഇമ്പാക്റ്റ് അറിയാൻ നമുക്ക് 10 വർഷമോ 20 വർഷമോ കാത്തിരിക്കേണ്ടി വരും. കുട്ടികൾ മാർക്ക് മേടിക്കുന്നത് മാത്രമല്ലല്ലോ, ഒരു ടീച്ചർ പഠിപ്പിച്ച വിദ്യാർത്ഥി വലുതായി അവൻ സമൂഹത്തിൽ നല്ലത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ടീച്ചറിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇതിനെക്കുറിച്ച് ആലോചിക്കാനോ പറയുവാനോ നമുക്ക് ആരുമില്ല സർ. ഒരു നാട് നന്നാവാൻ, ഒരു രാജ്യം നന്നാവാൻ നമുക്ക് വേണ്ടത് നല്ല ടീച്ചേഴ്സാണ്. ഓരോ ആളുകളും സമൂഹത്തിൽ നല്ലത് ചെയ്യുമ്പോൾ അവരെ പഠിപ്പിച്ച ടീച്ചർമാർക്ക് ലഭിക്കുന്നത് വലിയ ശമ്പളമാണ്. അത് ഒരു ഡോക്ടറിന് ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ വലുതാണ്. ശരിയല്ലേ സാർ? യെസ്, ശരിയാണ്. ഐം സോറി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നോ പ്രോബ്ലം സാർ. താങ്ക് യു ഫോർ ദ ടീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടീച്ചേഴ്സിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് ഒരു ഡ്രീമായിരുന്നു. ഈ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാനായി നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സായ ടീച്ചേഴ്സ് ഫോറമാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള CBSE ടീച്ചേഴ്സാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള CBSE സ്റ്റുഡൻസിന് വേണ്ടിയുള്ള റെഫറൻസ് ബുക്ക്, ക്വസ്റ്റ്യൻ ബാങ്ക്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതൊക്കെ കഴിഞ്ഞ 12 വർഷമായി പബ്ലിഷ് ചെയ്തു വരുന്നു. ടീച്ചേഴ്സ് ഫോറത്തിൻ്റെ പുതിയ ലേണിംഗ് ആപ്പ് വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ടീച്ചേഴ്സ് ഫോറത്തിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എല്ലാ ടീച്ചർമാർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. നമുക്ക് വീണ്ടും കാണാം. മൈ നെയിം ഈസ് സോളമൻ, ജോൺ സോളമൻ.